ഗുഡ് മോർണിംഗ്. മാർക്കറ്റ് വ്യൂവിന്റെ ഓപ്പണിംഗ് ബെല്ലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ആദ്യം പ്രധാന തലക്കെട്ടുകൾ. രാജ്യാന്തര വിപണികളിലെ നേട്ടത്തിന്റെ ചുവട് പിടിച്ച് ഇന്ത്യൻ വിപണികളിൽ ലാഭമുണ്ടാക്കുമെന്ന് പ്രതീക്ഷ. അമേരിക്കയിലെയും ഇന്ത്യയിലെയും പണപ്പെരുപ്പ നിരക്കുകളും മൂന്നാം പാദ ഫലങ്ങളും നിർണായകമാകും. ബിറ്റ്കോയിൻ ETFകൾക്ക് അംഗീകാരം നൽകി അമേരിക്ക. ആദ്യ ദിനം തന്നെ ബമ്പർ അടിച്ച് വൈബ്രന്റ് ഗുജറാത്ത്. കൈയയച്ച് നിക്ഷേപവുമായി അദാനിയും അംബാനിയും. ഗുജറാത്തിൽ മത്സരിച്ച നിക്ഷേപവുമായി കമ്പനികളും. രാജ്യത്തെ ആദ്യ കാർബൺ ഫൈബർ സൗകര്യം ഗുജറാത്തിൽ സ്ഥാപിക്കുമെന്ന് മുകേഷ് അംബാനി. സെമി കണ്ടക്ടർ നിർമ്മാണ പ്ലാന്റുമായി ടാറ്റ ഗ്രൂപ്പ്. 1 ലക്ഷം തൊഴിൽ നൽകുന്ന ഗ്രീൻ എനർജി പാർക്കുമായി ഗൗതം അദാനി. പുതിയ പ്ലാന്റിനായി 35,000 കോടി വാഗ്ദാനം ചെയ്ത് സുസുക്കി മോട്ടോർ കോർപ്പറേഷൻ. മെഗാ ലയനം ഉറപ്പാക്കാൻ സിയും സോണിയും തിരക്കിട്ട ചർച്ചകളിൽ. ലയനം പൂർത്തീകരിക്കാനുള്ള ഗ്രേസ് പീരീഡിന്റെ അവസാന ദിവസമായ ഈ മാസം 20 വരെ ചർച്ചകൾ തുടരും. സി മേധാവി പുനീത് ഗോയങ്കയുടെ കമ്പനിയിലെ ഭാവി ഇടപാടിന് തിരിച്ചടിയാകുമെന്ന് സൂചന. ചില്ലറ വിൽപ്പന വിഭാഗത്തിൽ ഇന്ത്യയുടെ മൂല്യം 2026 കുതിച്ചുയരുമെന്ന് വസീർ അഡ്വൈസേഴ്സ്. 15% വാർഷിക വളർച്ചാ നിരക്കിൽ $170 ബില്യൺ മൂല്യമുയരും. മേഖലയിലെ കുതിപ്പ് വസ്ത്രവിപണിയുടെ ചുവട് പിടിച്ചായിരിക്കുമെന്നും പ്രവചനം. അൺസെക്യൂർഡ് ബോണ്ടുകൾ വഴി $600 മില്യൺ സമാഹരിക്കാൻ SBI. 5% കൂപ്പണിൽ 5 വർഷ കാലാവധിയുള്ള ബോണ്ടുകൾ ലണ്ടൻ ബ്രാഞ്ചിലൂടെ പുറത്തിറക്കും. ബോണ്ടുകൾ സിംഗപ്പൂർ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലും ഗിഫ്റ്റ് സിറ്റിയിലും അടക്കം ലിസ്റ്റ് ചെയ്യുമെന്ന് SBI. ലോകത്ത് പല ആശങ്കകളും നിലനിൽക്കുമ്പോഴും ഇന്ത്യൻ വിപണിയിലും ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിലും സന്തോഷ വാർത്തകളുടെ സമയമാണ്. അതേപോലെ തന്നെ മാലദ്വീപിലേക്കുള്ള ടൂറിസം, ഇന്ത്യക്കാരുടെ യാത്രകൾ റദ്ദാക്കി. പക്ഷേ ഇന്ത്യയിൽ ഒരു ആഭ്യന്തര ടൂറിസത്തിന് ഉണർവുണ്ടാകുമെന്ന പ്രതീക്ഷയാണ്. ചലോ ലക്ഷദ്വീപ് ക്യാമ്പയിൻ പുരോഗമിക്കുന്നു. അതേസമയം തന്നെ 2023 മാലദ്വീപിലെ ചൈനക്കാരുടെ വരവ് 3-ാം സ്ഥാനത്തേക്ക് ഉയർന്നെന്ന് കണക്കുകൾ. കഴിഞ്ഞ ദിവസം കൂടുതൽ വിനോദസഞ്ചാരികളെ ചൈനയിലേക്ക് അയക്കണമെന്ന് മാലദ്വീപ് പ്രസിഡന്റ് അഭ്യർത്ഥിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ കൂടുതൽ വിനോദസഞ്ചാരികൾ ചൈനയിൽ നിന്ന് മാലദ്വീപിലേക്ക് പോകും എന്നൊരു പ്രതീക്ഷയുണ്ട്. ഇനി നിഫ്റ്റിയുടെ ഷോർട്ട് ടേം ട്രെൻഡിൽ മാറ്റമുണ്ടോ എന്ന് നോക്കാം. ഇനി കേരളത്തിൽ നിന്നുള്ള ഒരു സന്തോഷ വാർത്ത. കൊച്ചിൻ ഷിപ്പ്യാർഡിന്റെ ഓഹരി വിലയിൽ 20% വർധനയുണ്ടായി. കൊച്ചിൻ ഷിപ്പ്യാർഡിന്റെ വിപണി മൂല്യം 21,000 കടന്നു. അപ്പോൾ ഈ ഓഹരി വില വീണ്ടും വർദ്ധിക്കുമെന്നുള്ള പ്രതീക്ഷയുണ്ട്. ഓഹരി വിഭജനം നടത്തുമെന്ന വാർത്തയെ തുടർന്നാണ് കൊച്ചിൻ ഷിപ്പ്യാർഡിന്റെ ഓഹരികൾ ഇത്രയും വലിയ നേട്ടമുണ്ടാക്കിയത്. ഇനി നമ്മൾ ഇന്ന് വിപണിയിലേക്ക് വരികയാണെങ്കിൽ വിപണികൾ ഇന്ന് പച്ച കത്തിയാണ് രാവിലെ തന്നെ നിൽക്കുന്നത്. ദേശീയ ഓഹരി വിപണി 72 പോയിന്റ് ഉയർന്ന് 21,691 വ്യാപാരം നടക്കുന്നത്. ഓപ്പണിംഗ് 21,688 ആയിരുന്നു. 21,500 എന്ന് പറയുന്ന ആ നിലയ്ക്ക് മുകളിലാണ്. ഹൈ വന്നിരിക്കുന്നത് 21,726 ആണ്. അതേസമയം തന്നെ നിഫ്റ്റി, ബാങ്ക്, ഫൈനാൻഷ്യൽ സർവീസസ് ഓഹരികളും ഇന്നൊരു ആരോഗ്യാവസ്ഥയിൽ തന്നെയാണ് വ്യാപാരം തുടങ്ങിയിരിക്കുന്നത്. 215 പോയിന്റ് ഉയർന്ന് 47,576 ബാങ്ക് ഓഹരികൾ. ഫൈനാൻഷ്യൽ സർവീസസ് ഓഹരികൾ 115 പോയിന്റ് ഉയർന്ന് 21,339. ഇനി നമ്മൾ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലേക്ക്, സെൻസെക്സിലേക്ക് വന്നു കഴിഞ്ഞാൽ സെൻസെക്സ് ഇന്ന് മാജിക്കൽ നമ്പർ 72,000 കടക്കുമോ എന്ന് ഉറ്റുനോക്കുകയാണ് നിക്ഷേപകർ. 231 പോയിന്റ് ഉയർന്ന് 71,889 ഇപ്പോൾ വ്യാപാരം നടക്കുന്നത്. അതുകൊണ്ട് തന്നെ സെൻസെക്സും ഇന്നൊരു ഉയർച്ചയിലായിരിക്കും. US വിപണികൾ ഉണർവിലായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ വിപണികളും ഇന്ന് ഉണർവിലായിരിക്കുമെന്ന പ്രതീക്ഷയാണ്. നമ്മുടെ അതിഥിയിലേക്ക് പോവുകയാണ്. ശ്രീ പോൾ തോമസ്, എക്സിക്യൂട്ടീവ് ഡയറക്ടർ DBFS ആണ് നമ്മോടൊപ്പം ചേരുന്നത്. ശ്രീ പോൾ തോമസ്, വെരി ഗുഡ് മോർണിംഗ്. ചില പ്രവചനങ്ങൾ വരുന്നുണ്ട്, പക്ഷേ ആ പ്രവചനങ്ങൾക്കൊരു നെഗറ്റീവ് ടച്ച് ഉണ്ട്. ഇൻഫോസിസിന്റെ ഒരു ഈ വർഷത്തെ ഈ പാദത്തിലെ ലാഭം എന്ന് പറയുന്നത് പ്രതീക്ഷിച്ച പോലെ ആവില്ല എന്ന് പറയുന്നവരുണ്ട്. അതേപോലെ തന്നെ നാളെ വരാനിരിക്കുന്ന ചില്ലറ വിൽപ്പന വിലക്കയറ്റം അത് കൂടുതലായിരിക്കും, ഏകദേശം ഒരു 6 അടുത്ത് വരും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഇത് രണ്ട് വിപണിക്ക് തിരിച്ചടിയാകുമോ? ഇന്ന് വിപണിയുടെ ട്രെൻഡ് എങ്ങനെയായിരിക്കും? ഇന്നത്തെ വിപണി പറഞ്ഞതുപോലെ തന്നെ വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഓപ്പണിംഗ് ആണ് നമുക്ക് ഇന്ന് കിട്ടിയിരിക്കുന്നത്. 700 മുകളിൽ കടന്ന 21,700 മുകളിൽ കടന്ന നിലയ്ക്ക് അത് 800 വരെ വേണമെങ്കിൽ നിഫ്റ്റിക്ക് പോകാനുള്ള ഒരു സാധ്യതയാണ് ഇന്ന് കാണുന്നത്. എന്നാൽ മറ്റേ ഇൻഫ്ലേഷൻ, US ഇൻഫ്ലേഷൻ ഇന്ന് രാത്രിയും ഇന്ത്യയിലെ ഇൻഫ്ലേഷൻ അതുപോലെ IIP ഡേറ്റകൾ നാളെ ആയിട്ട് നമുക്ക് വരാനുണ്ട്. തീർച്ചയായും അത് നമ്മുടെ മാർക്കറ്റിനെ ബാധിക്കും എന്നുള്ളതിന് സംശയമില്ല. എന്നാലും വലിയ രീതിയിൽ മാർക്കറ്റിനെ ബാധിക്കാൻ സാധ്യതയില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ക്വാർട്ടർലി റിസൾട്ടുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ തീർച്ചയായും അതിനും നല്ലൊരു ഇഫക്റ്റ് ഉണ്ട്. ഇൻഫോസിസിന്റെയും TCSന്റെയും റിസൾട്ടുകൾ ഇന്ന് മാർക്കറ്റിന് ശേഷം വരുന്നതായിരിക്കും.
ടെക്നോളജി കമ്പനികളിൽ നമ്മൾ വലിയൊരു മുന്നേറ്റം റിസൾട്ടുകളിൽ പ്രതീക്ഷിക്കുന്നില്ല. കാരണം എന്താ കഴിഞ്ഞാൽ ഡിസംബറിലൊക്കെ ഹോളിഡേയ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ ബിസിനസിനെ അത് ചെറിയ രീതിയിൽ ബാധിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തേർഡ് ക്വാർട്ടർ അത്ര മെച്ചമായിരിക്കില്ല എന്നുള്ളൊരു വിശ്വാസമാണ്. ശരി, എന്തായാലും ഇന്ന് വിപണികൾ വന്നു കഴിഞ്ഞാൽ തീർച്ചയായും മാർക്കറ്റ് ഉയരുകയും ചെയ്യും. ശരി, എന്തായാലും Q3 റിസൾട്ടുകൾ ഉറ്റുനോക്കുകയാണ് വിപണി. ഇന്ന് വിപണികൾ നല്ല രീതിയിൽ പെർഫോം ചെയ്യുമെന്നുള്ള ഒരു പ്രതീക്ഷയാണ് ശ്രീ പോൾ തോമസ്, എക്സിക്യൂട്ടീവ് ഡയറക്ടർ DBFS പങ്കുവയ്ക്കുന്നത്. മാർക്കറ്റ് വ്യൂവിന്റെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. ഉച്ചയ്ക്ക് 1:30 വീണ്ടും കാണാം. നമസ്കാരം. DBFS മാർക്കറ്റ് വ്യൂ സമർപ്പിക്കുന്നത് DBFS വെൽത്ത് മാനേജ്മെന്റ് ആൻഡ് നോൺ ബാങ്കിംഗ് ഫൈനാൻസ്.